നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോയമ്പത്തൂരിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ സിന്ധുവിന്റെ അപൂർവ രോഗം ബാധിച്ച 1.5 വയസ്സുള്ള മകന് ചികിത്സ ഉറപ്പാക്കിയ ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കുഞ്ഞിന്റെ ചികിത്സ ആരംഭിച്ചു. ആശുപത്രി സൂപ്രണ്ടിന്റെ ഏകോപനത്തിൽ ജനറ്റിക്സ്, പീഡിയാട്രിക്, ഡെർമറ്റോളജി വിഭാഗങ്ങൾ ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ നടത്തുന്നത്. ഗുരുവായൂരിൽ കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയെ അധിക്ഷേപിച്ചു എന്ന വാർത്ത ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കുഞ്ഞിന്റെ അമ്മയെ അന്ന് തന്നെ ഫോണിൽ വിളിച്ച് മന്ത്രി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. സിന്ധുവും മകനും അമ്മയ്ക്കൊപ്പം മന്ത്രി ഓഫീസിലെത്തി മന്ത്രി കണ്ട് നന്ദി അറിയിച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മന്ത്രി സഹായിച്ചതെന്ന് അവർ പറഞ്ഞു. മന്ത്രി എല്ലാ പിന്തുണയും നൽകിയെന്നും സിന്ധു വിവരിച്ചു. ത്വക്കിനെ ബാധിക്കുന്ന ഡിഫ്യൂസ് ക്യൂട്ടേനിയസ് മാസ്റ്റോസൈറ്റോസിസ് എന്ന അപൂർവ രോഗമാണ് കുഞ്ഞിനെ ബാധിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ത്വക്ക്, മജ്ജ, കരൾ എന്നിവയെ ബാധിക്കാൻ സാധ്യതയുള്ള ഗുരുതര രോഗമാണിത്. രക്തപരിശോധനയും സ്കാനിങ്ങും നടത്തി. ജനിതക പരിശോധനകൾ ഉൾപ്പെടെയുള്ളവയുടെ ഫലം വരാനുണ്ട്. കുഞ്ഞിന്റെ ആന്തരികാവയവങ്ങളെ രോഗം ബാധിക്കാത്തത് ആശ്വാസകരമാണ്. കുഞ്ഞിന് മതിയായ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി അറിയിച്ചു. SIT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു, കെയർ പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധുവാണ് സുരേഷ് ഗോപിയുടെ മകന് ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചത്. എന്നാൽ കളിയാക്കുന്ന തരത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പോയി കാണാനായിരുന്നു സുരേഷ് ഗോപി നൽകിയ മറുപടി എന്നാണ് ആരോപണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു സംഭവം. ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ വന്ന സിന്ധു ക്ഷേത്രനടയിൽ ഉണ്ടായിരുന്നവരുടെ കാര്യം പറഞ്ഞു. പിന്നീട് ക്ഷേത്രനടയിൽ ഉണ്ടായിരുന്നവരാണ് കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇതോടെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് കൈക്കുഞ്ഞുമായി സിന്ധു കരയുകയായിരുന്നു. പിന്നീട് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരാണ് സിന്ധുവിനെ സമാധാനിപ്പിച്ചത്. തമിഴ്നാട് സ്വദേശിനിയായ സിന്ധു കോടീശ്വരൻ സ്ഥിരമായി കാണുക വഴിയാണ് സുരേഷ് ഗോപി അറിയുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയും സംഘത്തെയും കണ്ടപ്പോൾ 2 വയസ്സുള്ള മകൻ അശ്വിനിയും എടുത്ത് സഹായം ചോദിക്കുകയായിരുന്നു. അതേസമയം സുരേഷ് ഗോപി BJP മുതലെടുക്കുകയാണെന്ന് കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും നടനുമായ മുകേഷ് പറഞ്ഞു. സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച് BJP ഇത് മുതലെടുക്കുകയാണ്. സുരേഷ് ഗോപിയുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ട് കുറെ നാളായെന്നും മുകേഷ് പറയുന്നു. സുരേഷ് ഗോപി കുറച്ച് വികാരം കൂടിയ ആളാണ്. അതാണ് ഭരത് ചന്ദ്രനൊക്കെ അവതരിപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. ഇത് മുതലാക്കി സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കാനുള്ള കാര്യമാണ് അവരുടെ പാർട്ടിയിലുള്ളവർ ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനുണ്ട്, മനുഷ്യസ്നേഹിയുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താൻ പോയിരുന്നതായും മുകേഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.